So, with that, may I ask Professor Saranga to take the stage, to take to the podium and make his presentation for 10 minutes, please. Madam, with your permission, I speak in Malayalam. മലയാളത്തിൽ സംസാരിക്കണം എന്ന് കരുതുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ വക്കം മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന യോഗം എന്നൊരു സംഘടനയും അതുപോലെ തന്നെ മുസ്ലിം എന്നൊരു പ്രസിദ്ധീകരണവും ആരംഭിച്ചിരുന്നു. ഇതിന് പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ ഗുരു 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നൊരു സംഘടന സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ്റെ പത്രാധിപത്യത്തിൽ വിഭോഗോദയം എന്നൊരു മാസിക ഇറക്കുകയും ചെയ്തതാണ്. ഈ സമയത്ത് സമുദായ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി ഗുരു വക്കം മൗലവിക്ക് ഉപദേശിച്ചു കൊടുത്ത 3 കാര്യങ്ങളുണ്ട്. 1 അരുൾ, 2 അൻപ്, 3 അനുകമ്പ. ഇത് സമൂഹത്തിൽ മുഴുവനും ജാതിമത ഭേദമന്യേ ഉണ്ടാകണം. അരുള് എന്ന് പറയുമ്പോൾ നോളജ്, വി ആർ ലിവിങ് ഇൻ ദ എറ ഓഫ് നോളജ് എക്കോണമി വെർ നോളജ് ഈസ് വൈറ്റൽ. സെക്കൻഡ് ഈസ് അൻപ്, ലവ്. തേർഡ് വൺ ഈസ് അനുകമ്പ സിമ്പതി. ഏതാണ്ട് ലവ് ആയിട്ട് അടുത്ത് നിൽക്കുന്നെങ്കിലും വ്യത്യാസമുണ്ട്. മറ്റൊരാളുടെ അപരനോട് നമുക്ക് തോന്നുന്ന അനുകമ്പ, അയാളുടെ ദുഃഖത്തിൽ, അയാളുടെ സങ്കടത്തിൽ, അയാളുടെ പ്രയാസങ്ങളിൽ തോന്നുന്ന, അപരനോട് തോന്നുന്ന ആ സ്നേഹം, അതാണ് അനുകമ്പ. ഈ 3 എണ്ണവും വേണമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതനുസരിച്ച് വക്കം മൗലവി പ്രവർത്തിച്ച് ഏതാണ്ട് 120 വർഷം പിന്നിടുമ്പോൾ 2025 ഇവരൊക്കെയുള്ള നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി കേരള സമൂഹം എങ്ങനെ നിൽക്കുന്നു, പ്രത്യേകിച്ചും സമുദായ സൗഹാർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ സമുദായ മൈത്രിയുടെ കാര്യത്തിൽ. ഇതൊരു പരിശോധന നടത്തുമ്പോൾ ഒരു സാമൂഹിക ഗവേഷകൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണാനാവും. ഒരു 4 ഡയമെൻഷനിൽ 4 തലങ്ങളിൽ നിന്നാണ് ഇത് പരിശോധിക്കേണ്ടത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇപ്പോഴത്തന്നെ മേഡം പറഞ്ഞാണ്, ഞാനും ഇടയ്ക്കിടയ്ക്ക് US പോകുന്ന ആളാണ്. US നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് ജമീല മേഡം ചിരിക്കുന്നത്, കാരണം ഞങ്ങൾ പോകുമ്പോഴും പലപ്പോഴും ഒരുമിച്ചായിരിക്കും കാണാറ്, 2 സ്ഥലങ്ങളിലാണെങ്കിലും. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഇക്വാലിറ്റിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രൊവിഷൻസും നടത്തിയിട്ടുണ്ട്. അതിനേക്കാളും നന്നായിട്ട് നടത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. കോൺസ്റ്റിറ്റ്യൂഷനിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനുണ്ട് കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി മാത്രമായിട്ട്. രണ്ടാമത്തെ കാര്യം തദനുസൃതമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ് സംവിധാനം, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാനത് പരിശോധിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നിവിടെ സംഘടിപ്പിച്ച തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഇതിലെന്ത് ചെയ്യാൻ കഴിയും. ഇവിടെ 4ാമത്തെ കാര്യമാണ് ഞാൻ പരിശോധിക്കുന്നത്. വ്യക്തിഗതമായി ഈ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു പൗരബോധം നമുക്കുണ്ടോ? എടുത്തു പറയേണ്ടതില്ല. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ, സിംഗപ്പൂരിൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ, വികസിത രാജ്യങ്ങളിൽ പോയാൽ അവിടെ വളരെ നല്ല ഡിസിപ്ലിൻഡായിട്ട് കാര്യങ്ങൾ പോകുന്നതിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 3 കാരണങ്ങൾ കൊണ്ടാണ്. വളരെ കൃത്യമായ നിയമങ്ങളുണ്ട്. അത് നടപ്പിലാക്കുന്നതിന് നല്ല മെക്കാനിസം, ഗവൺമെൻറ് മെക്കാനിസം ഫോർ ഇംപ്ലിമെൻറ്റിങ് ഇറ്റ് സ്ട്രിക്ട്ലി. പക്ഷെ ഇത് 2ഉം കൊണ്ടല്ല അത് വിജയിക്കുന്നത്. പൗരബോധം എന്ന് പറയുന്ന സിവിക് സെൻസ്, അതാണ് ഇതിന് കാരണമായി വരുന്നത്. ഇവിടെ കമ്മ്യൂണൽ ഹാർമണി വരണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അവസാനം പറഞ്ഞ വ്യക്തിഗതമായി നമ്മൾ ഓരോരുത്തരും ചെയ്യണം. വ്യക്തിയുടെ കാര്യങ്ങൾ എടുത്താൽ, വ്യക്തിയുടെ കാര്യത്തിൽ 2025 സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. 2025 ഒരു സിറ്റുവേഷൻ എടുത്താൽ നമുക്ക് 5 തലങ്ങളിൽ സൗഖ്യം വേണമെന്നാണ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. 5 തരത്തിലുള്ള സൗഖ്യങ്ങൾ ഇങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചോളം, നിങ്ങളെ സംബന്ധിച്ചോളം എല്ലാം ഒന്ന് തന്നെ. ശാരീരികമായ സൗഖ്യം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. രണ്ടാമത്
മനോ സൗഖ്യം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യമുണ്ട്, നമ്മൾ സംബന്ധിച്ചും വളരെ കൃത്യമായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇമോഷണൽ ഹാപ്പിനെസ്, അതായത് വൈകാരികമായി കാര്യങ്ങൾ എങ്ങനെ നേരിടാം എന്നുള്ളതിൻ്റെ കാര്യം. നാലാമത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, നമ്മളെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങൾക്ക് ഭൗതികമായ ജീവിതത്തിൽ എല്ലാ ഭൗതിക സുഖവും നമുക്ക് കിട്ടണം. അഞ്ചാമത്തെ ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഈ 4 എണ്ണത്തിൽ വേണമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ നോക്കിയേ, എൻ്റെ വ്യക്തിയെ നിങ്ങൾ നോക്കിയാൽ ഞാൻ വളരെ സ്വാർത്ഥനാണ്, നിങ്ങളും അതെ. രണ്ടാമത്തെ കാര്യമുണ്ട്, നമ്മൾ കുടുംബത്തിൻ്റെ ഒരു അംഗം എന്നുള്ള നിലയിൽ നമ്മൾ പതുക്കെ ഒന്ന് ചുരുങ്ങുന്നു, സ്വാർത്ഥത. മൂന്നാമത് സമൂഹം, ചുരുങ്ങുന്നോ ചുരുങ്ങുന്നില്ല നിങ്ങൾ തീരുമാനിക്കുക. എൻ്റെ കേസിൽ ചുരുങ്ങുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് നിന്ന് പറയുന്നത്. നാലാമത് രാജ്യത്തിൻ്റെ പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കുള്ള ഒരു ഈ രാജ്യത്തോടുള്ള സ്നേഹം. ഈ 4 കാര്യങ്ങൾ എടുത്താൽ ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ട. ഒരെണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്, എന്താണെന്ന് ഇപ്പം പറയുന്നുമില്ല. ഈ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് 2 തരം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാം. ഒന്ന് കൃപാലു, മറ്റൊന്ന് കൃപണൻ. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ഇവർ രണ്ടുപേരെയും നിർവചിക്കാം, ഡിഫൈൻ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. ഒരു കൃപാലുവിനെ സംബന്ധിച്ചോളം അന്യൻ്റെ ദുഃഖം, അപരൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് അയാൾ എടുക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിന് വേണ്ടി അങ്ങ് നിൽക്കുന്ന, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സമർപ്പിതമായ ജീവിതം എന്ന് തന്നെ പറയത്തക്ക രീതിയിലാണ്. പക്ഷേ രണ്ടാമനാണ് കൃപണൻ. കൃപണനെ സംബന്ധിച്ചുള്ള വളരെ എളുപ്പമാണ്. അധോമുഖനായി കിടന്ന് ചെയ്യുന്ന കർമ്മം അവന് വേണ്ടി മാത്രം. എനിക്ക് എൻ്റെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം, ഭാര്യയ്ക്ക് പണ്ട് മണിയും തട്ടാൻ്റെ കാര്യം, ഇത് ഇത്രയുമാണ് എൻ്റെ വരുന്നത്. കൂടുതൽ പേരും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിർത്തുന്ന റിസർച്ചർ എന്നുള്ള നിലയിൽ അപ്പുറത്തോട്ട് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതാണ് പ്രശ്നം. നമുക്ക് നിയമമില്ലാത്തതല്ല, നമുക്ക് നല്ല രീതിയിൽ ബോധം വരാത്തതാണ്. ഒരൊറ്റ കാര്യത്തിൽ, വ്യക്തിഗതമായ കാര്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ, ഈ കമ്മ്യൂണൽ ഹാർമണിക്ക് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് സ്വാർത്ഥതയാണ്, വ്യക്തിഗതമായ സ്വാർത്ഥതയാണ്. അത് കൃത്യമായി നമ്മൾ അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാക്കുകയാണ് ഇത്തരം സന്നദ്ധ സംഘടനയുടെ ജോലി. അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യം, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം. നമ്മളിങ്ങനെ പറയുന്നെങ്കിൽ, നമ്മൾ അവനും ഇവനും എന്നൊക്കെ പറയുന്നെങ്കിലും, നമ്മൾ പണ്ടുള്ള മനുഷ്യോൽപ്പത്തി തൊട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നാൽ ഒരു ആത്മരൂപം എന്ന് പറയുന്ന ഒന്നാണ്. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരണം. വളരെ സിമ്പിൾ. സ്വാർത്ഥത വെടിഞ്ഞ ഒരു സമൂഹത്തിന് മാത്രമേ കമ്മ്യൂണൽ ഹാർമണിയെപ്പറ്റി വളരെ ഗൗരവമായിട്ട് ചിന്തിക്കാൻ ഒക്കൂ. എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ ചുരുക്കം. കാരണം ഞാൻ തന്നെ മുമ്പേ 2 പേരെ ഞാൻ പറഞ്ഞ്, കൃപണനെയും പറഞ്ഞ് കൃപാലുവും പറഞ്ഞ്, ഞാനൊരാത്മപരിശോധന നടത്തിയപ്പം ഞാൻ കൃപണനാണ്. കൃപണൻ എന്ന് പറഞ്ഞാൽ അധോമുഖനായി ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് വേണ്ടി മാത്രം. രണ്ടാമത്തെ കാര്യം മതപരമായ കാര്യമാണ്. ഇവിടെ ഞാൻ ഈ 5ാമത്തെ കാര്യം എടുക്കുന്നു. മുമ്പേ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. ഫിസിക്കൽ ഹാപ്പിനെസ്, രണ്ടാമതായിട്ട് മെൻ്റൽ ഹാപ്പിനെസ്, മൂന്നാമതായിട്ട് ഇമോഷണൽ ഹാപ്പിനെസ്, നാലാമതായിട്ട് നമുക്ക് ഫിസിക്കൽ ഹാപ്പിനെസ്. ഇവിടെ വരുന്നിടത്ത് 5ാമത്തെ ഹാപ്പിനെസ്സാണ്. ഇന്ന് നിങ്ങൾ ലോകവ്യാപകമായി എവിടെ പോയാലും ഏത് മാനേജ്മെൻറ്റ് വിധത്തിനെ കണ്ടാലും അയാൾ 5ാമത്തെ കാര്യത്തിനാണ് പ്രാധാന്യം പറയുന്നത്. ഇറ്റ് ഈസ് സ്പിരിച്വൽ ഹാപ്പിനെസ്, ആത്മീയമായിട്ടുള്ള നമ്മുടെ സൗഖ്യം. എന്താണ് ഈ ആത്മീയ സൗഖ്യം? സത്യത്തിൽ മനുഷ്യോൽപ്പത്തി മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും മനുഷ്യന് ആത്മാന്വേഷണം നടത്തിയിരുന്നു. എന്തിനു വേണ്ടി? സത്യം അന്വേഷിക്കുന്നതിന് വേണ്ടി. പരമമായ സത്യം എന്താണ് അറിയുന്നതിന് വേണ്ടി അവന് വളരെ കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ അന്വേഷണത്തിൽ ആദ്യം അവൻ ആ വിഷയം എടുത്ത് അന്വേഷിക്കുന്ന, അവിടെ തൻ്റെ വിജ്ഞാനം ഉപയോഗിക്കുന്ന, തൻ്റെ മനോബലം ഉപയോഗിക്കുന്ന, അതിലൂടെ അയാൾ സത്യം കണ്ടെത്തുന്നു. ആ സത്യം കണ്ടെടുത്ത് നിൽക്കുന്നില്ല, സത്യം കണ്ടെത്തിയതിനെ യുക്തിയുമായി ബന്ധിപ്പിക്കുന്നു. ആ യുക്തി കൊണ്ട് അവൻ നിൽക്കുന്നില്ല. യുക്തിക്ക് അപ്പുറത്ത് അവനൊരു കാര്യം നോക്കുന്നത്, ഇതിനൊരു ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ. ഇവിടെയാണ് മതം എന്ന് പറയുന്ന ഒരു സാധനം കടന്നു വന്നത്. ഓരോ കാലഘട്ടങ്ങളിലും മതപണ്ഡിതന്മാർ വന്ന് നിങ്ങൾക്ക് ആത്മീയമായ ഉത്കർഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിലും പരബ്രഹ്മത്തെ പ്രാപിക്കണമെങ്കിൽ
പരമമായ സത്യം കണ്ടറിയിക്കണമെങ്കിലും ഞങ്ങളുടെ മതത്തെ നിങ്ങൾ പ്രാപിക്കുക, ആ മതം അനുസരിച്ച് പോകും. ഒരു കാരണവശാലും കുറ്റം പറയാക്കത്തില്ല. മതം എന്ന് പറയുന്നതിന് അഭിപ്രായം എന്നുള്ള അർത്ഥമുള്ളൂ. എനിക്കെൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം, അത് മാറണമെന്ന് ആർക്കും പറയാനൊക്കില്ല. പക്ഷെ മാറി വരേണ്ടത് ഈ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഓരോ തരത്തിലുള്ള മതത്തെപ്പറ്റി പറയുമ്പോൾ ആത്മീയത കണ്ടെത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ എൻ്റെ വളരെ വിചിന്തമായ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, മതവും ആത്മീയതയും തമ്മിൽ ഒരു ബന്ധവുമില്ല. എൻ്റെ സത്യാന്വേഷണത്തിൽ പരമസത്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മതം ഒന്നും ചെയ്യുന്നില്ല, മാത്രമല്ല ദോഷം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മത നേതാക്കൾ ഇത് സൃഷ്ടിച്ച സമയത്ത് വളരെ ആലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ മതങ്ങൾ നടപ്പിലാക്കുമ്പോഴത്തേക്ക് പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാർ വന്നു. ആ ഇടനിലക്കാർ വന്ന സമയത്ത് ഇതൊരു വാണിഭ ചരക്കാക്കി, ഞാൻ വാണിഭം എന്ന് ഉപയോഗിക്കുന്നത് ഞാൻ കൊമേഴ്സുകാരനാണ്, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ കമേഴ്ഷ്യൽ പ്രൊഡക്റ്റാക്കി, ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി. ഈ വിൽപ്പന ചരക്കാക്കി മാറ്റിയപ്പോൾ അവിടെ ഒരുപാട് മായങ്ങൾ വന്നൊരു കൊമേഴ്സുകാരനെ ഞാൻ എടുത്തു പറഞ്ഞത്, നമ്മൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കും. ആ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വന്ന പ്രയാസത്തിൽ ഒരുപാട് മായം വരികയും ഈ മായങ്ങളെല്ലാം ഇവിടെ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഒരു കാര്യമുണ്ട്, ഞാൻ മതമില്ലാത്ത ആളാണ്. എൻ്റെ ഗുരുവും പറഞ്ഞിട്ടുള്ളത് മതം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ വക്കമ്മൂലയുടെ കാര്യം പറഞ്ഞെടുത്ത കാര്യം, അദ്ദേഹത്തിൻ്റെ ഗുരു ആരായിരുന്നോ അദ്ദേഹത്തിൻ്റെ ഫോളോവറാണ് ഞാൻ. ആ ഫോളോവർ എന്നുള്ള നിലയിലെത്ത് മതം ഉണ്ടെങ്കിലും ഒരു കാര്യം ഓർക്കുക, പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലിയാതമർന്നിടണമെന്നാണ് എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥന. എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലരും സ്വന്തം മതമാണ് ഏറ്റവും വലിയ മതം. പക്ഷേ നിങ്ങളെല്ലാം ചിന്തിച്ചാൽ ഇതിൻ്റെ സാരം എല്ലാം ഒന്നാണ്. 4 അന്തരം ഒരു ആനയെ കാണുമ്പോൾ ചെവി പിടിച്ചിട്ട് ഒരാൾ പറയുന്നത് ആനയെന്ന് പറഞ്ഞാൽ മറമാണ്, വേറൊരാൾ തീ പിടിച്ചിട്ട് മതിലാന്ന് പറയുന്നത്, തൂണി പിടിച്ച ആൾ പറയും, കാലി പിടിച്ച ആൾ പറയുന്നത് തൂണാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആനയാവുന്നത്. അതിന് അങ്ങനെ ഉള്ളതാണ് എല്ലാ മതത്തിൻ്റെയും സാരം ഒന്ന് തന്നെ. ഇവിടെ ഞാൻ നിർത്തുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മതപരമായ ചിന്തകളാണ്, മതപരമായ വേർതിരിവുകളാണ്. ഇതിനെ ഈ സമൂഹത്തിനെ പഠിപ്പിക്കാത്തിടത്തോളം കാലം നമ്മൾ ഈ കമ്മ്യൂണൽ ഹാർമണി ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഇതിൻ്റെ അന്തം വേണമല്ലോ. ഇവിടെ ഈ പാശ്ചാത്യ നാടുകളിലൊന്നും മതമേ ഇല്ല. ഞാൻ ഇംഗ്ലണ്ടിൽ 1 മാസം പോയിട്ട് വന്നതാണ്. അവിടെ പള്ളികളെല്ലാം വിൽക്കുന്നു. ഇപ്പം പലരും വിലയ്ക്ക് മേടിക്കുക. കാരണം എല്ലാവരെയും മതചിന്ത, യുവാക്കൾക്കൊന്നും മതമില്ല. നമുക്ക് വേണ്ടാന്ന് ഞാൻ പറയില്ല, കാരണം മതം അഭിപ്രായമാണ്, അതനുസരിച്ച് അത് വേണം. പക്ഷേ വേണമെന്നുള്ളത് അത് മറ്റൊരാളിൻ്റെ മതത്തെ നിന്ദിക്കുന്നതിനല്ല, മറ്റൊരാളുടെ മതത്തെ നിന്ദിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്നത് പാഴ്വേലയാണ്. നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ആ മതം ചീത്തയാവില്ല, നിങ്ങളുടെ മതം നന്നാവാനും പോകുന്നില്ല. 3ാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനം. കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ശാപം ജാതിയാണ്. ഈ ജാതി ചിന്ത എന്ന് പറയുന്ന 3ാമത്തെ കാര്യം എന്ന് മാറുന്നോ അന്ന് നമുക്ക് ഇവിടെ ഗുണം പിടിക്കും. അല്ലാത്തിടത്തോളം കാലം പിടിക്കുന്നില്ല. ജാതി ചിന്തയെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞു വന്നാൽ ഒരാദിയും അന്തമില്ലാത്ത രീതിയിൽ പോകും. നമ്മുടെ എല്ലാ മനസ്സിൽ അത് രൂഢമൂലമായി കിടക്കുകയാണ്. മൂലമായി കിടന്നുകൊണ്ടും നമ്മൾ പറയുകയാണ് ഇവിടെ കമ്മ്യൂണൽ ഹാർമണി വേണമെന്ന്. ജാതി ചിന്ത എന്നൊരൊറ്റ ചിന്ത കേരളത്തിൽ മാറാത്തിടത്തോളം കാലം ഇവിടെ ഒരു തരത്തിലും കാര്യങ്ങൾ വരില്ല. എൻ്റെ വളരെ ഹമ്പിൾ സബ്മിഷൻ, ഞാൻ സമയബന്ധിതമായി തീർക്കണമെന്നുള്ള ഒരു അത്യാവൃത്തിയിൽ ജോലി ചെയ്തവനാണ്. അതുകൊണ്ട് എനിക്ക് സമയബന്ധിതമായി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ, ഈ കമ്മ്യൂണൽ ഹാർമണിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സിവിക് സെൻസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത്. സിവിക് സെൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൽ അപ്പുറം കൂടുതൽ ഘടകങ്ങളുണ്ട്. എനിക്കും പല ഘടകങ്ങളും മനസ്സിൽ വരികയും ചെയ്യുന്നുണ്ട്. അവ ഞാൻ പറഞ്ഞില്ല. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ ഊന്നൽ നൽകി പോയാൽ ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? സന്നദ്ധ സംഘടന സംബന്ധിച്ചോളം വളരെ കൃത്യമായി ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യാനാവും. അതിന് കഴിയട്ടെ എന്ന് വയ്ക്കുന്ന തൽക്കാലം ഞാൻ ഉപസംഹരിക്കുകയാണ്. ഏതെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ വളരെ സന്തോഷപൂർവ്വം എൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഞാൻ പറയുന്നതായിരിക്കും. താങ്ക് യു.